നമസ്കാരം, എൻഫർടൈൻമെന്റിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ, ട്രഡീഷൻ കൂടാതെ എന്റർടൈൻമെന്റ് കൂടെ ഉള്ളതാണല്ലോ. എഡ്യൂക്കേഷനോടൊപ്പം തന്നെ ഇൻഫർമേറ്റീവും അതുപോലെ തന്നെ എന്റർടൈൻമെന്റുമായിട്ടുള്ള സെക്ഷനുകൾ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ ഒരു ഇൻഫർമേറ്റീവ് സെക്ഷനാണ്. നമ്മളിൽ പലരും സയൻസ് വിഷയങ്ങളോട് താല്പര്യം പ്രകടിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. സയൻസ് പഠിക്കുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻസ് കണ്ട് കേട്ട് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും പ്രയോജനക്ഷമവുമാണ്. ഇപ്രകാരം സയൻസ്, അതിന്റെ ആപ്ലിക്കേഷൻസ് ഇവയൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമുക്കൊരു അവസരം ഉണ്ടായിരിക്കുകയാണ്. നീണ്ട വർഷങ്ങളായി കോട്ടയത്ത് പണി നടന്നുകൊണ്ടിരുന്ന സയൻസ് സിറ്റി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിന്റെ ഒരു ഉദ്ഘാടനം അത് പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. നമുക്ക് സയൻസ് സിറ്റിയിലെ കാഴ്ചകളിൽ കൂടി ഒന്ന് പോയി വരാം. MC റോഡിൽ കോട്ടയത്തിനും മൂവാറ്റുപുഴയ്ക്കും ഇടയ്ക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടെ കൃത്യമായി പറഞ്ഞാൽ വെമ്പള്ളിക്ക് സമീപമായി, ഏറ്റുമാനൂരിനും കൂത്താട്ടുകുളത്തിനും ഇടയിൽ കോഴ അഗ്രികൾച്ചർ ഫാമിനോട് ചേർന്നാണ് കോട്ടയം സയൻസ് സിറ്റി നിലകൊള്ളുന്നത്. UP ലെവൽ മുതൽ ഹൈസ്കൂൾ അടക്കം ഹയർ സെക്കൻഡറി അടക്കമുള്ള എല്ലാ മേഖലയിലുമുള്ള വിദ്യാർത്ഥികൾക്ക് കാണുവാനും മനസ്സിലാക്കുവാനും ആസ്വദിക്കുവാനുമുള്ള ഒരു വിരുന്ന് തന്നെ ഇവിടെയുണ്ട്. ഉയർന്ന ലെവലിൽ പഠിച്ചു വരുന്ന ബയോ ഇൻഫർമാറ്റിക്സും അതുപോലെ തന്നെ ബോഡി മൂവ്മെന്റ് സ്കാച്ചിങ്ങും അടക്കമുള്ള ഇവിടെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അക്വാഫോണിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെക്ഷനാണിത്. വിസ്കോസിറ്റിയിലെ ഡിഫറൻസ് മൂലം ലിക്വിഡുകൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സ് ആവില്ല എന്നുള്ളതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ നോക്കിക്കാണുന്നത്. എപ്രകാരമാണ് വ്യത്യസ്ത ശബ്ദ വീഴ്ചകൾ കമ്പനം കൊണ്ട് ഉടലെടുക്കുന്നത് എന്നത് ചെയ്ത് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടി ഇവിടെയുണ്ട്. റോളിംഗ് സ്ട്രക്ചർ എപ്രകാരം മോഷൻ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനമാണ്. ഫിസിക്സിൽ പലപ്പോഴും പ്രതിപാദിക്കുന്ന സെൻട്രോ ഗ്രാവിറ്റി, അതുപോലെ തന്നെ സെൻട്രോ ഗ്രാവിറ്റിയുടെ പൊസിഷനിങ് മൂലം അട്രാക്റ്റീവായിട്ടുള്ള ചില മോഷൻ ഡെമോൺസ്ട്രേഷനുകളാണ് ഇവ. കൂടാതെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, അതുപോലെ തന്നെ ഫാസ്റ്റനിങ് മൂവ്മെൻറ്റ് നിയർ ദ എർത്ത് സർഫസ് ഡ്യൂ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇവയൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമുക്കിവിടെ ഈ എക്സ്പെരിമെൻറ്റുകൾ കൂടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതിനൊക്കെ ഉപരിയായി ഇവിടെ ഒരു 3D തിയേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ കാലിഡോസ്കോപ്പ്, കിഡ്സ് പ്ലേ ഏരിയ, ഇതൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ തന്നെ നാവിഗേഷനിലെ എയർ ട്രാഫിക് കൺട്രോള് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന മറ്റൊരു സെഷനാണ്. മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ടും ധാരാളം എക്സ്പെരിമെന്റുകളും ഡെമോൺസ്ട്രേഷനുകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഓഗ്മെന്റ് റിയാലിറ്റി. വെർച്വൽ റിയാലിറ്റിയും സമ്മേളിക്കുന്ന അല്ലെങ്കിൽ മിക്സപ്പ് ചെയ്ത് വരുന്ന ഒരു ഏരിയയും കൂടിയാണ്. മാഗ്നറ്റിസത്തിലെ ലൈൻസ് ഓഫ് ഫോഴ്സ്, അതുപോലെ തന്നെ ഹൗ ഡിഫറെന്റ് മാഗ്നറ്റ്സ് ഫോംസ് മാഗ്നറ്റിക് ലൈൻസ്, വ്യത്യസ്ത ഷേപ്പിലുള്ള മാഗ്നറ്റുകൾ എങ്ങനെയാണ് ലൈൻസ്
മാഗ്നറ്റുകളുടെ ലൈൻസ് ഓഫ് ഫോഴ്സും നമുക്കിവിടെ കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. തുടർന്ന് സീ എക്സ്പ്ലോറേഷനും അണ്ടർ വാട്ടർ ബയോഡൈവേഴ്സിറ്റി അടക്കമുള്ള ഡെമോൺസ്ട്രേഷനും നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, ആ മൊബൈൽ ടെക്നോളജിയുടെ എവല്യൂഷൻ 2G മുതൽ 5G വരെയുള്ള എവല്യൂഷൻ ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡെമോൺസ്ട്രേഷൻ ഏരിയയാണിത്. ഇതിനെല്ലാം ഉപരിയായി മോഡേൺ ട്രെൻഡ്സ് ആയിട്ടുള്ള റോബോട്ടിക്സ്, അതുപോലെ തന്നെ AI ഇവയുടെ എവല്യൂഷൻ വിവരിക്കുന്ന ഡെമോൺസ്ട്രേഷനും നമുക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബോഡി സ്കാനിങ് മെഷീനിൽ കൂടെ ഹ്യൂമൻ ബോഡിയിലെ മസ്കുലർ സിസ്റ്റം, സ്കെലിറ്റൽ സിസ്റ്റം, അതുപോലെ തന്നെ നെർവ് സിസ്റ്റം ഇവയെല്ലാം കണ്ട് മനസ്സിലാക്കാനും മറ്റൊരു സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു ഏരിയയിൽ മോഡേൺ ട്രെൻഡ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭാവിയുടെ വാഗ്ദാനമായിട്ടുള്ള സെൽഫ് ഡ്രൈവിംഗ് ടാക്സീസ്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ട്രെയിൻസ്, ദാറ്റ് ഇസ് എ ട്രെയിൻ വിച്ച് മൂവ്സ് ഇൻ എ ലിഫ്റ്റഡ് പൊസിഷൻ, ലാൻഡുമായിട്ട് അല്ലെങ്കിൽ ട്രാക്കുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഇല്ലാതെ മാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ട് ഫ്രിക്ഷൻ കുറഞ്ഞ് ഹൈ സ്പീഡിൽ പോകുന്ന ട്രെയിൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും ഇവിടെ അവൈലബിൾ ആണ്. ഇതിനോടൊപ്പം വളരെ ചാരുതയാർന്ന ചുവർ ചിത്രരചന കൊണ്ട് ഇവിടുത്തെ ദൃശ്യഭംഗി അവർണ്ണനീയം തന്നെയാണ്. പ്രശസ്തരായ ഇതര സയന്റിസ്റ്റുകളുടെ സ്കൾപ്ചേഴ്സും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കി ഉള്ള ഒരു വിവരണം മാത്രമാണ്. തുടർന്നും ആന നിരീക്ഷണം അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഹലോ, ട്രഡീഷണൽ എന്റർടൈൻമെന്റ്, ഇൻഫോർടൈൻമെന്റ്, കൊച്ചൂസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഈ പറഞ്ഞൊക്കെ ചാനല് വരുവേ.
ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടേക്കുള്ള എൻട്രി മുതിർന്നവർക്ക് 50 റുപ്പീസും കുട്ടികൾക്ക് 30 റുപ്പീസുമാണ്. അതുപോലെ തന്നെ മൺഡേ ഹോളിഡേ ആയിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മോഡേൺ ട്രെൻഡ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭാവിയുടെ വാഗ്ദാനമായിട്ടുള്ള സെൽഫ് ഡ്രൈവിംഗ് ടാക്സീസ്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ട്രെയിൻസ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള സയൻസിന്റെ തിയററ്റിക്കലും ആപ്ലിക്കേഷൻ ലെവലും അനലിറ്റിക്കൽ ലെവലും ആയിട്ടുള്ള ഒരു വിസ്മയം കോട്ടയം സയൻസ് സിറ്റി നൽകും എന്ന് തന്നെ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.